ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു 6 പാനൽ കട്ട് കുർത്തി ചെയ്താലോ? അതും ഒരു എ ലൈൻ കട്ടിൽ തന്നെ നമുക്ക് ചെയ്തേക്കാവേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് 4ആയിട്ട് മടക്കി ഇടുന്നുണ്ടേ. അപ്പോൾ ഇതൊരു തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനുസരണ കെട്ട ഒരു തുണിയാണ്. അപ്പോൾ അതിനെ നമ്മൾ വേണ്ട വിധം പരിഗണിച്ച് സേഫ്റ്റി പിന്നൊക്കെ കുത്തിയിട്ട് റെഡിയാക്കിയിട്ടാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാനൽ കട്ട് കുർത്തി ചെയ്യുന്നതിന് ആദ്യത്തെ തന്നെ ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പാതി കാണുക, അത് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ആ പാതി കാണുന്നതിനോടൊപ്പം തന്നെ 1/2 ഇഞ്ച് കൂട്ടിക്കൂടെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പാതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 4 ഇഞ്ചിൽ ഞാൻ അവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 4 ഇഞ്ച് തന്നെ താഴേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തേക്കും അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഷേപ്പ് ഇപ്പോൾ 14 അപ്പോൾ ആ 14ൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 17 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ആ ഒരു ഭാഗവും അടയാളപ്പെടുത്തുന്നത്. അവിടെയും ആ 4 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുക. ഇപ്പം നിങ്ങളുടെ ഷേപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് ആഡ് ചെയ്ത് വെക്കുക. ഇനി താഴേക്കുള്ള നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് താഴെ ഇപ്പോൾ 22 ഇഞ്ചാണ് ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 22 ഇഞ്ചിൻ്റെ കറക്റ്റ് ഹാഫ് എടുക്കുക, അതായത് 11 ഇഞ്ച് അതവിടെ അടയാളപ്പെടുത്തുക. ഇപ്പം നിങ്ങളുടെ തുണിയുടെ വീതി എന്ന് പറയുന്നത് ചിലപ്പോൾ 26 ആയിരിക്കാം, ചിലപ്പോൾ 30 ആയിരിക്കാം. അപ്പോൾ അതെത്രയാണോ അതിൻ്റെ ഹാഫ് കണ്ട് അത് അടയാളപ്പെടുത്തുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയതും ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ ഭാഗത്തേക്ക് നമ്മളിത് ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് ടേബിൾ കുറച്ച് വീതിയുടെ കുഴപ്പമുള്ളതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ കട്ട് ചെയ്താണ് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ വരച്ച് മാർക്ക് ചെയ്ത ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പാനലാണ് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് കാണുക, അതിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ചും കൂടെ കൂട്ടുക. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് പാനലിനായിട്ട് മാർക്ക് ചെയ്യുന്നത്. താഴ്ഭാഗത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ പാതിയുമാണ് കാണുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ ആ ഒരു സെക്ഷനിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുവാണേ. തിരിച്ചെടുത്തിട്ട് ആ ഒരു ഷേപ്പൊന്നും ഇല്ലാതെ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ, അതാണ് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ എടുത്തിടുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കുമ്പോഴും ഒരു 1/2 ഇഞ്ച് കൂട്ടി തന്നെ ആ ഒരു തുണിയുടെ മേലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇടേണ്ടത്. നിങ്ങൾക്ക് തെന്നി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് പണി തുടങ്ങേണ്ടതേ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ തുണി തെന്നി പോകുന്ന തുണിയാണ്. ഇനി വേണം നമ്മുടെ ഷോൾഡറും സംഭവങ്ങളൊക്കെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. നമ്മുടെ തുണി ഇതാ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. എൻ്റെ ഒരു കട്ടിങ് ടേബിളിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് നമുക്ക് അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് കൈക്കുഴിയും നമുക്ക് വരച്ച് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്തിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം. അപ്പോൾ അതിനു മുമ്പ് താഴെ നിന്നുള്ള മാർക്കിങ്ങും 7 തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണേ. എന്നിട്ട് വേണം ആ ലൈൻ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കേണ്ടത്. ഇനി ചെസ്റ്റ് ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം ചെസ്റ്റ് നമുക്ക് അളന്നെടുക്കാം. ഇപ്പോൾ 9 ഇഞ്ചിലാണ് ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 2 ഇഞ്ചും കൂടെ ചേർത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിന് നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ലൈൻ കൊടുത്തല്ലോ അതിൻ്റെ ഹാഫ് കാണുക. ഹാഫ് കണ്ടതിന് ശേഷം ആ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ബാക്കിലേക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. പിന്നെ 1/2 ഇഞ്ച് കുറച്ചിട്ട് ഒന്ന് കുഴിച്ച് ഫ്രണ്ടിലേക്കും കൂടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ലെങ്ത് നമുക്ക് നോക്കാം. 14 ഇഞ്ചിലും പിന്നെ ഇവിടെ
സ്ലിറ്റിൻ്റെ ലെങ്ത് 19 ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട്. സ്ലിറ്റ് ഇല്ലെങ്കിലും ആ ഒരു നമ്മുടെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നതിന് സ്ലിറ്റ് ലെങ്തും കൂടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഞാനിവിടെ ഒരു അബദ്ധം കാണിച്ചത്, ഞാൻ സ്ലിറ്റിൻ്റെയും ഷേപ്പിൻ്റെ ഒന്നും വിട്ട് മാർക്ക് ചെയ്യാതാണ് ഞാൻ അങ്ങോട്ട് റഫായിട്ട് വരച്ച് പോയത്. അപ്പോൾ ഞാൻ വീണ്ടും സ്ലിറ്റിൻ്റെ വണ്ണം 11 ഇഞ്ചും ഷേപ്പിൻ്റെ വണ്ണം 9 ഇഞ്ചിലും അങ്ങ് അടയാളപ്പെടുത്തുവാണേ, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് വേണം നമുക്ക് ആ ലൈൻ അങ്ങോട്ട് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വരച്ച് കൊടുക്കുമ്പോൾ താഴേക്കും കൂടെ അങ്ങനെ വരച്ച് പോടെ. എനിക്ക് കറക്റ്റായിട്ടത് കാണിക്കാൻ പറ്റില്ല, ഞാൻ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ താഴെ ഇവിടെ സ്ലോപ്പ് പോലെ വരാതിരിക്കാൻ വേണ്ടി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ നമുക്കങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കുമേ, നമ്മൾ ആ ഒരു പാനലുകൾ ഒന്നിച്ച് വെച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കുർത്തിയുടെ കട്ടിങ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത് ഓരോന്നും പാനലായിട്ട് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ ആ ഒരു പാനൽ, പിന്നെ സൈഡിലായിട്ട് വരുന്ന 2 പാനൽ, അത് ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിലും 3 പാനൽ വരും. അങ്ങനെയാണ് 6 പാനൽ വരുന്നത്. അപ്പോൾ സ്ലീവിനും പിന്നെ ഒരു യോക്ക് പാർട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ കുറച്ച് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉള്ള ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത് ആവശ്യമുള്ളത് അത് മാർക്ക് ചെയ്യുക. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ട് അത്രയും ഭാഗം, സ്ലീവിന് വേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുവാണേ. എന്നിട്ട് നമ്മുടെ വണ്ണം മാർക്ക് ചെയ്യാം. 9 ഇഞ്ചിൽ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച്, അതെല്ലാവർക്കും കോമൺ തന്നെയാണ്. ആ കോമണിൽ നിന്ന് നമ്മുടെ ആ ഒരു ലെങ്തിലേക്ക് മാർക്ക് ഒരു ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഒരു സ്ലോപ്പ് പോലെ കിട്ടും. ആ സ്ലോപ്പിൻ്റെ ഹാഫ് കാണുക. ഹാഫ് കണ്ടിട്ട് ആ ഹാഫിൽ നിന്നും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് വേണം താഴേക്ക് നമ്മുടെ വണ്ണത്തിലേക്ക് പോകേണ്ടത്, താഴത്തെ വണ്ണത്തിലേക്ക് പോകേണ്ടത്. എന്നിട്ട് അവിടെ എത്രയാണോ വണ്ണം അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കങ്ങ് വരച്ചെടുത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് തയ്ക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഇനി യോക്ക് ഭാഗം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു പാനലുണ്ടല്ലോ, അതിനെ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു വണ്ണത്തിൽ വിട്ടിൽ വേണം നമ്മുടെ ഏതാണോ യോക്കിൻ്റെ പാർട്ടീഷൻ കൊടുക്കുന്നത് ആ പാർട്ടീഷൻ്റെ തുണിയുടെ വിട്ടെന്ന് പറയുന്നത്. പിന്നെ ലെങ്ത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ 13 ഇഞ്ച് ലെങ്തിലാണ് ആ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശവും തന്നെ ആണ് ഞാൻ നല്ല വശത്തിൻ്റെ പുറത്തേക്ക് മോശം വശം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ 4 വശവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുളിവൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പാനലിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാനൽസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നല്ല സെൻറ്റർ പാനലിൻ്റെ നല്ല വശവും സൈഡിലെ പാനലിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ പോയിരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ ചുളിവ് വരാണ്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തയ്യൽ തുമ്പ് ഭാഗം വരുന്നത് കണ്ടോ, അത് നമ്മുടെ ആ ഉള്ളിലേക്ക് വെച്ചിട്ട്, ഞാൻ പറയുന്നതിനോടൊപ്പം ആ ഒരു വീഡിയോ കൂടെ നോക്കണേ, ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കങ്ങ് പതിച്ചടിച്ച് കൊടുക്കാം. ഈ സമയത്ത് വേണേൽ നിങ്ങൾക്ക് ഒരു ലേസോ അങ്ങനെ എന്തെങ്കിലും അലങ്കാരപ്പണികൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണേ. അങ്ങനെ ഞാൻ 6 പാനലും അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നെക്കാണ്. നെക്കിന് നിങ്ങൾ ക്ഷമിക്കണം, വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പറയാം. ഒരു 5 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു ക്യാൻവാസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എന്താണോ അത് 3 ഇഞ്ച് വിഡ്ത്ത് നെക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ആലില പോലത്തെ ഒരു ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ പറയാൻ നേരത്താണ് സത്യത്തിൽ ആ ഒരു ഭാഗം കാണുന്നില്ല എന്നും കണ്ടതേ, ക്ഷമിക്കണേ. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ആ ഒരു ഷേപ്പ് വേറൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ ചെയ്ത ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് നല്ല വശത്ത് തന്നെയാണ് എടുക്കുന്നത്. നെക്കിൻ്റെ സെൻറ്റർ കാണുക, അതായത് ആ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ കാണുക, അതിനൊരു നോച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും തെന്നി പോകാതിരിക്കാൻ വേണ്ടി പിൻ കൊണ്ടൊക്കെ ഒന്ന് സെക്യൂർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ, എന്നാൽ അങ്ങനെ കയറുകയും ചെയ്യരുത്, ആ ഒരു രീതിയിൽ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് ആ ഷേപ്പിൻ്റെ രീതിയിൽ തന്നെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു കുഞ്ഞു വി ഉള്ള ഒരു ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഒട്ടും റീച്ച് ആയിട്ടില്ല. നമ്മൾ വളരെയധികം എഫർട്ട് എടുത്തിട്ടൊക്കെ തന്നെയാണ് ഓരോ വീഡിയോ എടുക്കുന്നത്. പക്ഷേ വേണ്ടതുപോലെ ആരും അത് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ആ മുന്നത്തെ വീഡിയോയും കൂടെ ഒന്ന് കയറി കാണണേ. നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അത് വേണ്ടതുപോലെ ഒന്നും റീച്ച് ആയില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഉള്ളിലത്തെ ആ ഭാഗങ്ങളൊക്കെ ക്യാൻവാസ് പേപ്പറിലോ കൊടുത്ത സ്റ്റിച്ചിലോ ഒന്നും ദയവായിട്ട് അതൊന്നും കട്ട് ചെയ്ത് കളയല്ലേ. അതിലേക്ക് കട്ട് വീഴുക ചെയ്യരുത്. എന്നിട്ട് തിരിഞ്ഞു വരുന്നതിന് വേണ്ടി നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കട്ട് സ്റ്റിച്ച് കൊള്ളാണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് തിരിച്ചിടാം. തിരിച്ച് നമ്മളിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയുണ്ടല്ലോ, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലൈനിങ് പാർട്ടും ആ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ക്ലോത്തും ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിത് ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കാവേ. ഈ ടൈമിൽ നമ്മുടെ ആ ഒരു നല്ല ക്ലോത്തിൽ സ്റ്റിച്ച് കൊള്ളുക ചെയ്യരുത്. ഇതിൽ ലൈനിങ് ക്ലോത്തും ആ ഒരു ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ക്ലോത്തും മാത്രമാണ് നമ്മളിത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുത്താലും മതി ഫ്രണ്ടിലെ നെക്കിലേക്ക്. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കിതൊന്ന് പതിച്ചടിച്ചാൽ മാത്രമേ എപ്പോഴും എനിക്കൊന്ന് ഒരു കംഫർട്ടാണെന്ന് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ജസ്റ്റ് അയൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരിക്കലും ഇനി ആ ഒരു ക്യാൻവാസ് പേപ്പർ വെളിയിലോട്ട് ഇങ്ങനെ വരില്ല. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ബാക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് നമുക്കിത് ഇങ്ങനെ അടിച്ചു കൊടുക്കാവേ. ബാക്ക് പാർട്ടിൽ എപ്പോഴും ചെയ്യുന്ന പോലെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും നമ്മൾ 3 പാനൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാനലിൽ ആ കാണിച്ചതുപോലെ തന്നെ പതിച്ചടിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തത്. എന്നിട്ട്
എപ്പോഴും ചെയ്യുന്ന പോലെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ നോച്ച് കുഞ്ഞു കുഞ്ഞു കട്ട് വീതം നമുക്ക് കൊടുത്തെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചെടുത്തു. അതിനുശേഷം ഈ സമയത്താണ് നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് ഒന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്കങ്ങ് ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കാം. അങ്ങനെ ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ ആ ലൈനിങ് ക്ലോത്തും കൂടെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ. കെട്ടിട്ട് കൊടുത്ത് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അതുപോലെ തന്നെ മറ്റേ വശവും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണം ബാക്ക് പാർട്ട് നമുക്കങ്ങ് പതിച്ചടിക്കാനേ. ബാക്ക് പാർട്ട് പതിച്ചടിക്കുമ്പോൾ ചുളിവൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അടിക്കേണ്ടത്. ഒട്ടും ടൈറ്റായിട്ട് വലിച്ചു പിടിക്കരുത്. എന്നാൽ അതിൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള സോൺ നിർത്തിയിട്ട് വേണം നമ്മളൊന്ന് കറക്കി അടിച്ച് എടുക്കേണ്ടത്. ആ ഒരു കർവ് ഭാഗം വരുമ്പോഴെല്ലാം തന്നെ നമ്മുടെ ഫൂട്ടർ പൊക്കി സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചെടുത്ത് പതിച്ചടിച്ച് വരേണ്ടത്. അല്ലാണ്ട് ആ സമയത്തൊന്നും വലിച്ചെടുത്തോണ്ട് പോവല്ലേ. നമ്മൾ തുടക്കക്കാർ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവിന് വേറൊരു സെപ്പറേറ്റ് ക്ലോത്ത് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ചെടുത്തിട്ടിട്ട് അതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ നമുക്കങ്ങ് അടിച്ച് താഴേക്ക് വരാം. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് മുകളിലേക്ക് വീണ്ടും ആ സ്റ്റിച്ച് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങ് അടിച്ച് വരുവാണേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ലീവിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തന്നെ എടുക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തയ്യൽ നമുക്ക് ലോസായി പോവും. വീണ്ടും ആ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നമ്മുടെ സ്ലീവ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും കൂടെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അങ്ങനെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അതിന് ആദ്യം സ്ലീവിൻ്റെ ഭാഗമേ എടുത്തിട്ടിട്ട് അവിടുന്ന് കെട്ടിട്ട് കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ താഴ്ഭാഗത്ത് 4 പീസ് തുണിയും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര അറിയുന്നവരായാലും തുണി തെന്നിപ്പോകാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുവാണേ. ഇനി ഈ സമയത്ത് നമ്മൾ ആ തുണികളെ രണ്ടും സെപ്പറേറ്റ് ആക്കുകയാണ്. ലൈനിങ് പോർഷൻ മാത്രം എടുത്താണ് ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സമയത്ത് ഫ്രണ്ട് പാർട്ടിലെ നല്ല തുണിയെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ഒഴിവാക്കിയിട്ട് നമ്മളിതാ ലൈനിങ് പാർട്ട് മാത്രമാണ് ഇപ്പോൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇനി വേണം നമ്മൾ നല്ല ഭാഗം കൂടെ എടുത്തിട്ട് തയ്ക്കേണ്ടത്. അങ്ങനെ ആ നല്ല വശം നമ്മളിതാ ഫുള്ളായിട്ട് തയ്ച്ച് എടുക്കുവാണേ. ഇതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം ലൈനിങ് ക്ലോത്തും ൻ്റെയൊക്കെ അരി കടിക്കണം. ആദ്യം നമ്മളിതാ ഫ്രണ്ട് നല്ല പാർട്ട് എടുക്കുകയാണ്. അതിൻ്റെ 1/2 ഇഞ്ച് ആദ്യം മടക്കി ഒന്ന് തയ്ക്കുക. അങ്ങനെ ആ 1/2 ഇഞ്ച് ഫുള്ളും തയ്ച്ച് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ മടക്കി അടിച്ച ഭാഗം ഉണ്ടല്ലോ അത് ഒന്നുകൂടെ ഒന്ന് മടക്കുക. അങ്ങനെ അത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തയ്യലൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ,
നല്ല ഷേപ്പിൽ നമ്മൾ നല്ല ബോഡി ഷേപ്പിൽ ചുരിദാർ ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു കുർത്തിയാണിത് കേട്ടോ. നമ്മുടെ 6 പാനൽ നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ സ്ലിറ്റ് ഇട്ടിട്ടുള്ള 6 പാനൽ കുർത്തി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കയറി കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.